പറയുന്നത്. മണ്ണിനെ സംബന്ധിച്ചിടത്തോളം, മണ്ണിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം കൃഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണെന്നാ ഞാൻ പറയാ. അമിതമായാൽ അമൃതും വിഷം, മിതമായാൽ വിഷവും അമൃത്. നമ്മളൊക്കെ സ്കൂളിലായിരിക്കുമ്പോ നഖത്തിന് മുകളിൽ ഒരു വെളുത്ത പാട് വരും. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോ സന്തോഷിച്ചിട്ടുണ്ട്. കോടി കിട്ടും പറഞ്ഞിട്ട്, പുതിയ ഡ്രസ്സ് കിട്ടുന്ന വെച്ചിട്ടാണ് സന്തോഷിച്ചത്. പക്ഷെ ഇപ്പൊ നമുക്കതറിയാം, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കോടിയൊക്കെ പൊച്ചിങ്ങനെ കിടക്കാൻ പറ്റുന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊരു പഴം തിന്നാ തൊലി ബുദ്ധിയുള്ളവരാണെങ്കിൽ നമ്മുടെ തോട്ടത്തിലിടും, അല്ലെങ്കിൽ അപ്പുറത്തെ തോട്ടത്തിലേക്ക് ഇടും. ഈ ചുരുക്കം പറഞ്ഞാൽ, കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ, കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ, ശ്വസിക്കാൻ വായു വേണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മണ്ണിനെ തന്നെയാണ്. എനിക്ക് ഈ പറഞ്ഞതുപോലെ പരിഷത്തുമായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണൻകുട്ടിയും അതുപോലെ ഞങ്ങളുടെ നാട്ടിലെ പരിഷത്ത് ആൾക്കാരൊക്കെ സ്ഥിരം കോണ്ടാക്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ വല്യച്ഛൻ രാജമാഷ് മരിശ്ശേരി മാഷ് ഇതിന്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. സാറ് സൂചിപ്പിച്ച പോലെ യുറീക്കയും ശാസ്ത്രകേരളമൊക്കെ പറ്റാവുന്ന രീതിയിൽ പഠിച്ച് വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് തന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്നുള്ളതാണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യം മണ്ണ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക, ഞാൻ ചെറുതായിരിക്കും എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭൂമിയെ തൊട്ട് നമസ്കരിച്ച് വേണം ഒരു ദിവസം തുടങ്ങാന്ന്. അതിലും ശരിക്കും ഒരു ശാസ്ത്രം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുമ്പിടുമ്പോ ബ്ലഡ് സർക്കുലേഷൻ വരുന്നതിന് വേണ്ടിയുള്ള ആ ശാസ്ത്രം വെച്ചാണ്. തീർച്ചയായിട്ടും അതൊരു അന്ധവിശ്വാസമാണെന്ന് ഞാൻ കരുതുന്നില്ല, ആ ഒരു വിശ്വാസം. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ശ്ലോകമൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സമുദ്രവസനേ ദേവി പർവ്വതമല്ല, അതായത് അല്ലയോ ഭൂമി ദേവി എന്റെ കാൽപാദ സ്പർശം അങ്ങ് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ ഒരു ദിവസം തുടങ്ങാനാണ് പണ്ട് കാലത്തെ ആളുകൾ പറയുന്നത്. എന്നാൽ ഇന്ന് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു സ്കൂളിലെ കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ചില കൃഷി താല്പര്യമുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവരോട് നമ്മൾ മണ്ണിനെ കുറിച്ചോ പ്രകൃതിയെ കുറിച്ചോ ഇതുപോലെ എന്തെങ്കിലും ശ്ലോകമോ കവിതയോ അറിയോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ട്. ഇനി വരുന്നൊരു തലമുറയ്ക്ക്, എനിക്ക് ഈണമില്ലാത്തോണ്ട് എനിക്ക് പാടാറില്ല, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന്. അതായത് വരുന്ന തലമുറയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലോട്ട് നമ്മുടെ വെള്ളത്തിനെയും മണ്ണിനെയും ഭൂമിയെയും ഒക്കെ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ ഇവിടെ സൂചിപ്പിച്ചു, നെൽവയൽ സംരക്ഷണം എന്നുള്ളത്, മണ്ണ് സംരക്ഷണം എന്നുള്ളത്. ഇത് തന്നെയാണ് ജലസംരക്ഷണത്തിലോട്ട് എത്തുന്നത്. മണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃഷി ചെയ്യുന്നത് മണ്ണിലാണ്. മണ്ണില്ലാത്ത കൃഷി ഉണ്ട്, അത് പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് അതിനെല്ലാം. ഈ മണ്ണില് കൃഷി ചെയ്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നു. അതുപോലെ മണ്ണിൽ വളരുന്ന ചെടികള് പുറത്തോട്ട് വിടുന്ന ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്നത്. അതുപോലെ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഴ പെയ്ത മണ്ണിൽ വീഴുന്ന വെള്ളം അരിച്ചിറങ്ങി ശുദ്ധജലമായി കിണറ്റിലും കുളത്തിലും എത്തുന്നുണ്ടെങ്കിൽ അത് മണ്ണിന്റെ അരിപ്പയായി പ്രവർത്തിക്കാനുള്ള കഴിവുകൊണ്ടാണ്. ചുരുക്കം പറഞ്ഞാൽ, കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ, കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ, ശ്വസിക്കാൻ വായു വേണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മണ്ണിനെ തന്നെയാണ്. ഇനിയിപ്പോ ആക്ച്വലി നമ്മൾ ആ ഹാളിൽ ക്ലാസ് തുടങ്ങി, ചൂട് കാരണം നമുക്ക് പറ്റുന്നില്ല, ഇങ്ങോട്ട് വന്നു, ഫാന് ഇവിടെ AC പറ്റുന്ന രീതിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അല്ലെ, ആഗോള താപനം എന്ന് പറഞ്ഞ് ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ കൂടുകയും, ആ ഹരിതഗൃഹ വാതകങ്ങൾ എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും നൈട്രസ് ഓക്സൈഡും മാത്രം ഹരിതഗൃഹ വാതകങ്ങളായിട്ട് മാറുന്നത്? വേറെയും നൈട്രജൻ ഉണ്ട് അറ്റ്മോസ്ഫിയറിൽ അല്ലെ, ഇതൊന്നും ഹരിതഗൃഹ വാതകമല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നും വന്ന് ഭൂമിയിൽ തട്ടുന്ന ആ രശ്മികളെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ അതിന് വൈബ്രേഷന് വേണ്ട എനർജിയും ഈ ഭൂമിയിൽ നിന്ന് വരുന്ന റേഡിയേഷന്റെ എനർജിയും ഈക്വൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ വാതകങ്ങൾ കുറച്ചെണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പർ നൈട്രസ് ഓക്സൈഡ് ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ കൂടുന്നുണ്ട്. പല പ്രവൃത്തികൾ വഴി ഇത് കൂടുന്നത് കാരണം നമ്മുടെ ഭൂമിയിൽ ചൂട് കൂടുന്നുണ്ട്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെയും മണ്ണിനൊരു റോൾ ഉണ്ട്.
നമ്മള് പറയും ആഗോളതാപനം മരമാണ് മറുപടി എന്ന്, അല്ലെ? സ്കൂളിലൊക്കെ ചുമരിൽ എഴുതി കണ്ടിട്ടുണ്ട് ആഗോളതാപനം മരമാണ് മറുപടി. പക്ഷെ എനിക്ക് തോന്നുന്നത് അതല്ല ശരി. ആഗോളതാപനം മണ്ണാണ് മറുപടി എന്നാണ്. മണ്ണില് നമ്മളിപ്പോ ഒരു കുറച്ച് സ്ഥലത്ത് ചെടികൾ ഉണ്ടെങ്കിൽ ആ ചെടികൾ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കും. അതാണ് അതിന്റെ കാര്യം. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെടികൾ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും, എന്നിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടും. അതാണ് അവരുടെ ആ പ്രോസസ്സ്, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. പക്ഷെ ചെടികൾ എത്ര ചെയ്യുന്നു അതിന്റെ 3 ഇരട്ടി കാർബൺ സംഭരിക്കാൻ കഴിവുള്ള സ്ഥലമാണ് മണ്ണ്. കാർബൺ സിക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു മേഖല തന്നെ ഈ സോയിൽ സയൻസിൽ റിസർച്ചിൽ ഉണ്ട്. ഞങ്ങള് PhDക്ക് സോയിൽ സയൻസ് ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡന്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെ? അപ്പോ അദ്ദേഹത്തിനൊക്കെ ഈ ഒരു മേഖലയെ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ അതുപോലെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, മീഥേൻ എമിഷൻ, ഇതൊക്കെ കുറയ്ക്കുന്നതിനുള്ള മെത്തേഡുകൾ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും അങ്ങനത്തെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പൊ മണ്ണിന്റെ ഒരു പ്രധാനപ്പെട്ട റോള് കൂടിയാണ് കാർബൺ സംഭരണം. പിന്നെ മണ്ണിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വേറൊരു റോളാണ് മണ്ണിലെ സൂക്ഷ്മജീവികൾ. നമ്മൾ ചെടി കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുക്കും, യൂറിയ ഇട്ട് കൊടുക്കും, ചാണകം ഇട്ട് കൊടുക്കും, കോഴിവളം ഇട്ട് കൊടുക്കും, ഫാക്ടം ഫോസ് ഇട്ട് കൊടുക്കും. ഒരു ചെടി പോലും ഒരു തരി പോലും യൂറിയ വലിച്ചെടുക്കില്ല, ഒരു തരി പോലും ചാണകം വലിച്ചെടുക്കില്ല, ഒരു തരി പോലും ഫാക്ടം ഫോസ് വലിച്ചെടുക്കില്ല. ഈ ചെടി വലിച്ചെടുക്കുന്നത് ഇതിൽ നിന്നും വരുന്ന പോഷക മൂലകങ്ങളെയാണ്. ഈ ഇട്ട് കൊടുക്കുന്ന സാധനം ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും ഇതിനെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപമാക്കി മാറ്റുന്ന കുറച്ച് സൂക്ഷ്മജീവികള്, അടുക്കളക്കാര് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, നമ്മള് നെല്ല് കൊയ്ത് കൊണ്ടുവന്ന ചോറാക്കിയാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് ആക്കി തരുന്നത് വീട്ടില് അടുക്കളക്കാരാണ്. അതുപോലെ മണ്ണിലുള്ള അടുക്കളക്കാരായിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ്, ആൽഗെ, ഇങ്ങനെയുള്ള കുറെ സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികള് ഒരു പിടി മണ്ണെടുത്താൽ എത്ര സൂക്ഷ്മജീവികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ഉണ്ടാവും? ഇത്രയും കാലം ഭൂമിയില് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരെക്കാൾ കൂടുതൽ എണ്ണം സൂക്ഷ്മജീവികൾ അതിലുണ്ട്. അവര് സ്ഥിരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? അവര് ജീവിക്കുന്നത് അവരുടെ റീപ്രൊഡക്ഷൻ, അവരുടെ പുതിയ തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ അതിന്റെ കൂടെയാണ് നമ്മളുടെ മണ്ണ് അല്ലെങ്കിൽ മണ്ണില് കൃഷി നടക്കുന്നത്. അതുപോലെ മനോജ് സാർ എടുക്കാൻ പോകുന്ന മാലിന്യ സംസ്കരണം, മൂസാർ ഇവിടെ സൂചിപ്പിക്കേണ്ടായി, അടുത്ത വീട്ടിലെ മാലിന്യമാണ് നമുക്ക് പ്രശ്നം എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊരു പഴം തിന്ന തൊലി ബുദ്ധിയുള്ളവരാണെങ്കിൽ നമ്മുടെ തോട്ടത്തിലിടും, അല്ലെങ്കിൽ അപ്പുറത്തെ തോട്ടത്തിലേക്ക് ഇടും. ഈ തൊലി, പഴത്തൊലി മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ മണ്ണില് ഈ ചൂട് കൂടിയ കാലഘട്ടത്തില് മണ്ണിലെ സൂക്ഷ്മജീവികളുടെ അളവ് കുറയുന്നുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ട്. ജൈവവളങ്ങളുടെ പ്രയോഗം കുറയുന്നത്, അന്തരീക്ഷത്തിന്റെ ക്ലൈമറ്റ് മാറുന്നത്, കാലാവസ്ഥ മാറുന്നത്, ഇതൊക്കെ കാരണം കൊണ്ട് കുറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരണം. അപ്പൊ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു ജൈവ സമ്പത്ത് തന്നെയാണ്. അവരുള്ളത് കൊണ്ടാണ് ചെടികൾ വളരുന്നതും കൃഷി ഉണ്ടാവുന്നതും വിളവുണ്ടാവുന്നതും ഒക്കെ ആ ഒരു പ്രോസസ്സിലൂടെയാണ്. നമ്മളെല്ലാവരും ഒരു കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു പിടി മണ്ണാവും, അല്ലെങ്കിൽ ഒരു പിടി ചാരമായി മാറും. ഈ ചാരം കൊണ്ടുപോയിട്ട് ഏതെങ്കിലും മണ്ണ് പരിശോധിക്കുന്ന ഒരു ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ എന്താ ഉണ്ടാവുക അതില്? ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? മണ്ണിൽ നിന്നാണ് വരുന്നത്. മണ്ണിൽ നിന്നും ചെടികളിലൂടെ, ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എന്തെത്തുന്നോ അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തില് സ്ഥായിയായി നിലനിൽക്കുന്നത്. അപ്പൊ മണ്ണ് നമുക്ക് ചെയ്തു തരുന്നത് എന്താണോ മണ്ണ്, അതാണ് നമ്മള്. നമ്മുടെ മണ്ണില്, കേരളത്തിലെ മണ്ണില് കാൽഷ്യത്തിന്റെ കുറവുണ്ട്. നമ്മളൊക്കെ സ്കൂളിലായിരിക്കുമ്പോ നഖത്തിന് മുകളിൽ ഒരു വെളുത്ത പാട് വരും. ഞാനൊക്കെ ചെറുതായിരിക്കും സന്തോഷിച്ചിട്ടുണ്ട്. കോടി കിട്ടും പറഞ്ഞിട്ട്, പുതിയ ഡ്രസ്സ് കിട്ടുന്ന വെച്ചിട്ടാണ് സന്തോഷിച്ചത്. പക്ഷെ ഇപ്പൊ നമുക്കത് അറിയാം, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കോടിയൊക്കെ പൊച്ചിങ്ങനെ കിടക്കാൻ പറ്റുന്നുള്ളത്. കാരണം അത് കാൽഷ്യത്തിന്റെയും പ്രോട്ടീന്റെ ഒക്കെ കുറവാണ് എന്നുള്ളത് നമ്മുടെ ശരീരത്തില്
എന്തൊക്കെ കുറവ് കാണുന്നോ അത് മണ്ണിൽ കുറവുള്ള സംഭവങ്ങളാണ്. അപ്പൊ മണ്ണും നമ്മളുടെ ജീവിതവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും മണ്ണും ജലവും സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഈ എക്കോസിസ്റ്റം മുഴുവൻ, ആവാസ വ്യവസ്ഥ മുഴുവൻ സംരക്ഷിക്കപ്പെടും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മണ്ണ് സുരക്ഷിതമാണെങ്കിൽ ജലം സുരക്ഷിതമാണ്. ഞാനിനി അത് പറയുന്നില്ല. സാറ് ഇവിടെ സൂചിപ്പിച്ചു മണലുണ്ടാവാൻ എത്ര കിലോ മണ്ണ് ഒലിച്ചു പോകുന്നു. ഈ ഒലിച്ചു പോകുന്ന നമ്മുടെ കേരളത്തിന് പ്രത്യേകിച്ച്, സാറ് വയനാട്ടിലത്തെ കാര്യം സൂചിപ്പിക്കേണ്ടായി. നമുക്കറിയാം കേരളത്തിന്റെ കിടപ്പ് എങ്ങനെയാ. 3 പാരിസ്ഥിതിക യൂണിറ്റുകളാണ് കേരളത്തിലുള്ളത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിനെ നമ്മൾ കാർഷിക, അതായത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ 23 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഏതൊരു കാർഷിക ഇടപെടലും ഈ അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. അത് എത്രത്തോളം ഒരു ഗ്രാസ് റൂട്ട് ലെവൽ കർഷകരിലോട്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ള സംശയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലകളിൽ നമ്മൾ ഇടപെട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിൽ ഞങ്ങളുടെ സപ്പോർട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും, ഞങ്ങളുടെ നല്ല, നമ്മളെല്ലാം പരിഷത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നമുക്കത് മുന്നോട്ട് പോകണം. അപ്പൊ മണ്ണ് സുരക്ഷിതമാണെങ്കിൽ വെള്ളം സുരക്ഷിതമായിരിക്കും. ഈ മണ്ണൊലിച്ചു പോകുന്നതോടൊപ്പം തന്നെ ജലവും നഷ്ടപ്പെടുന്നുണ്ട്. ഈ കിടപ്പ് കൊണ്ടാണത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇന്ന് മലനാട്ടിൽ പെയ്യുന്ന മഴ നാളെ അത് അറബിക്കടലിൽ എത്തുന്നുള്ളതാണ്. ആ ഒരു കിടപ്പ്, അത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്, നമുക്ക് പലതും അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ മണ്ണും ജലവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം കൂടിയാണ്. അത് അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റിനനുസരിച്ച് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും തന്നെ അത് പരിപോഷിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ മണ്ണ് സുരക്ഷിതമാണെങ്കിൽ കാലാവസ്ഥ സുരക്ഷിതമാവും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ചെടികളിലൂടെ മണ്ണിലോട്ടാണ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക. അപ്പൊ തീർച്ചയായിട്ടും മണ്ണ് സുരക്ഷിതമാണെങ്കിൽ എല്ലാ ജീവിതത്തിന്റെ സോയിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ലൈഫ് സെക്യൂരിറ്റി തന്നെയാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ കർഷകരെ മാത്രമല്ല ബാക്കിയുള്ളവരെയും ബോധ്യപ്പെടുത്തണം. ശരിക്കും പറഞ്ഞാൽ കർഷകർക്കാണ് ഇത് കുറച്ചെങ്കിലും അറിയുന്നത്. മണ്ണ് ശ്രദ്ധിക്കണം, ജലം സംരക്ഷിക്കണം എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ കർഷകർ തന്നെയാണ്. ഇനി നമ്മൾ ഇതൊന്നും സംരക്ഷിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. എന്താണ് അവസ്ഥ? ശ്വസിക്കാൻ വായു വേണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ മേടിക്കാം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ നമുക്കത് നടക്കൂല. അപ്പൊ പുറത്തൊരു ചട്ടിയിൽ ചെടിയൊക്കെ വളർത്തി ആ ചെടി പുറത്തോട്ട് വിടുന്ന ഓക്സിജനെ മൂക്കിലേക്ക് ഘടിപ്പിച്ച് ശ്വസിക്കേണ്ട ഒരു അവസ്ഥ ഭാവി തലമുറയ്ക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങള് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തക തലത്തിൽ കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്നതാണ് വിഷയം എന്നതുകൊണ്ട് ഞാൻ പറയാം. എന്താ മണ്ണിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ? ആരോഗ്യമുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമുക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കണ്ട ഒരു ആരോഗ്യം തോന്നണം, അല്ലെ? ഫിസിക്കലി ഒരു ആരോഗ്യം തോന്നണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ഒരു ആരോഗ്യം തോന്നണം, അല്ലെ? ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു ആരോഗ്യം നമുക്ക് വേണം. പിന്നെ മൊത്തത്തിൽ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ ആരോഗ്യപരമായിരിക്കണം. ഇത് തന്നെയാണ് മണ്ണിന്റെ. മണ്ണിനെ കണ്ടാൽ, അല്ലെങ്കിൽ മണ്ണിന്റെ ഭൗതിക സ്വഭാവം, ഫിസിക്കൽ ആരോഗ്യം, മണ്ണ് ഫിസിക്കലി ആരോഗ്യമുള്ളതാവണം. പിന്നെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മണ്ണ് സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ മണ്ണിലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ടെസ്റ്റ് ചെയ്യുക. കെമിക്കലി മണ്ണ് ആരോഗ്യമുള്ളതാവണം, ബയോളജിക്കലി മണ്ണ് ആരോഗ്യമുള്ളതാണ്. 3 ആരോഗ്യം മണ്ണിലുണ്ട്: ഫിസിക്കൽ ഹെൽത്ത്, കെമിക്കൽ ഹെൽത്ത്, ബയോളജിക്കൽ ഹെൽത്ത്. നമ്മുടെ അതേ സിറ്റുവേഷൻ തന്നെയാണ്. നമ്മൾ ഫിസിക്കലി ആരോഗ്യമുള്ളതാവണം, നമ്മൾ ടെസ്റ്റ് ചെയ്താൽ കെമിക്കലി ആരോഗ്യമുള്ളതാവണം. നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ, ബയോളജിക്കൽ ലൈഫും നമ്മൾ ആരോഗ്യമുള്ളതാണെങ്കിലാണ് നമ്മൾ ഒരാൾ ആരോഗ്യമുള്ളതാണ് എന്ന് നമ്മൾ പറയാം. അതേപോലെയാണ് മണ്ണിന്റെ കാര്യം. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്തിൽ വരുന്നതാണ് ജലം സംരക്ഷിക്കുന്നതും ജലത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവും മണ്ണിലുള്ള വായു സഞ്ചാരവും. ഇതൊക്കെ ഫിസിക്കൽ ഹെൽത്തിലാണ്. അത് കുറെ സാറ് സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. കെമിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ മണ്ണിന്റെ രാസപരമായിട്ട് മണ്ണ് ആരോഗ്യമുള്ളതാണോ എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇടപെടേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് കെമിക്കൽ ഹെൽത്തും ബയോളജിക്കൽ ഹെൽത്തും.
കെമിക്കൽ ഹെൽത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തില് 23 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 23 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളും, ഈ അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. മലനാട്, ഇടനാട്, തീരപ്രദേശം, അത് മണ്ണിന്റെ സ്ലോപ്പ് അനുസരിച്ചുള്ളതാണ്. ഹൈറ്റ്, ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച്, ഹൈറ്റ് അനുസരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇവിടുത്തെ ഒരേപോലത്തെ മണ്ണ്, വെട്ടുകൽ മണ്ണുകൾ ചേർത്തിട്ട്, അതുപോലെ ഒരേ തലത്തിലുള്ള ഏകദേശം ഒരേപോലെയുള്ള കാലാവസ്ഥ, ഇതൊക്കെ നോക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതാണ് അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റ് 10-ലാണ്. അപ്പൊ ഈ കേരളത്തിലുള്ള എല്ലാ അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളിലും മണ്ണ് സാമ്പിൾ എടുത്ത് മണ്ണ് പരിശോധിക്കുന്നുണ്ട് കൃഷി വകുപ്പ്. നമ്മള് ഇപ്പൊ കൃഷിഭവനിൽ കൂടെ കൊടുക്കുന്ന ഒരു സൗകര്യമാണ് സോയിൽ ടെസ്റ്റിംഗ്. പക്ഷെ അത് എത്രത്തോളം ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും മണ്ണ് പരിശോധിക്കുക, അതിന്റെ റിസൾട്ട് വരിക എന്നുള്ളത്, പണ്ടൊക്കെ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനൊന്നേ ഉള്ളൂ, ബ്ലഡ് പരിശോധിക്കാറില്ലേ? രക്തം പരിശോധിക്കാറുണ്ട്. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കും. ആ റിസൾട്ട് നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കും, ഇല്ലെങ്കിൽ പരിചയത്തിലുള്ള എല്ലാ ഡോക്ടർമാർക്കും അയച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഈ മണ്ണ് പരിശോധിച്ച റിപ്പോർട്ട്, ഒരു മണ്ണ് സാമ്പിള് എടുക്കുന്നതും പരിശോധിക്കുന്നതും മെത്തേഡുകൾ കുറെ ഉണ്ട്. സാമ്പിളാണ് ഏറ്റവും പ്രധാനം, അത് വേറെ കാര്യം. ഇതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞ എവിടെന്നെങ്കിലും കൃഷി ഓഫീസർ വിളിച്ച് സംഘടിപ്പിച്ച് റിപ്പോർട്ട് കൊടുത്താൽ തന്നെ ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് പെട്ടിയിൽ വെക്കുക എന്നല്ലാണ്ട് അത് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അത് ഉപയോഗിച്ച് ആ കൃഷി അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ, ചില കർഷകരുണ്ട് കേട്ടോ, നമുക്ക് അറിയുന്ന കുറച്ചു പേരൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കൃഷിയിൽ വിളവില് കിട്ടും. അതൊക്കെ ചെലവല്ലേ എന്ന് ചിന്തിക്കും ചിലവര്. പക്ഷെ അത് ചെലവായിരിക്കില്ല. ചിലപ്പോ ചില വളം കുറയ്ക്കാണ് വേണ്ടത്, ചില വളം കൂടുതലും ചില വളം കുറയ്ക്കും. അങ്ങനെ ആ അളവിലായിരിക്കും നമ്മളുടെ റെക്കമെൻഡേഷൻ വരുന്നത്. അപ്പൊ മണ്ണ് പരിശോധന എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഡിവിയേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഈ നമ്മള് പല സ്ഥലത്ത് നിന്നും മണ്ണെടുത്ത്, ഏകദേശം ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു 2 ലക്ഷത്തോളം മണ്ണ് നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും എടുത്ത് പരിശോധിച്ചതിൽ നിന്നും മണ്ണിന്റെ കെമിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറയാനുള്ളത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ 5 പോഷകങ്ങളുടെ കുറവ് കാണുന്നുണ്ട്. ഒരു ചെടിക്ക് പൂർണ്ണ വളർച്ച അല്ലെങ്കിൽ അതിന് പൂർണ്ണമായി വളർന്ന് വിളവ് തരണമെങ്കിൽ 17 ന്യൂട്രിയൻസ് വേണമെന്നാ പറയുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അങ്ങനെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉൾപ്പെടുന്ന 17 ഉണ്ട്. ഈ 17-ല് 5 കേരളത്തിലെ മണ്ണിൽ കുറവുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിലെ പൊട്ടാസ്യമാണ് ഒന്ന് കുറവ്. ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ കൃഷിയെ സംബന്ധിച്ചിടത്തോളം, കർഷകർ ഇവിടെ ഉണ്ട്, കൃഷിയെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചെടിയിലത്തെ ഓട്ടോറിക്ഷ എന്ന് പറയാം. അതായത് ചെടി വേരിലൂടെ വലിച്ചെടുക്കുന്ന വെള്ളവും വേരിലൂടെ വലിച്ചെടുക്കുന്ന പോഷകങ്ങളും ഇലയിൽ എത്തിക്കുന്ന ഓട്ടോറിക്ഷയാണ് ഈ പൊട്ടാഷ്യം. ഈ ഇല ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ കായിലോട്ട് എത്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് പൊട്ടാഷ്യം. ഈ ഓട്ടോറിക്ഷയ്ക്കാണ് ഒരു ഡ്രൈവറും ഉണ്ട്, അതാണ് ബോറോൺ. സോയിൽ സയൻസ് PhD കാരൻ ചിരി വരുന്നുണ്ടാവും. എന്തായാലും പൊട്ടാസ്യവും ബോറോണുമാണ് മറ്റ് ന്യൂട്രിയൻസിന്റെ ട്രാൻസ്ലൊക്കേഷനെ സഹായിക്കുന്നത്. അത് രണ്ടും നമ്മുടെ മണ്ണിൽ കുറവാണ്. പൊട്ടാഷ്യം കുറവാണ്, ബോറോൺ കുറവാണ്. പിന്നെ ഇവിടെ കുറവുള്ളത് കാൽഷ്യം, പിന്നെ കുറവുള്ളത് മഗ്നീഷ്യം, പിന്നെ കുറവുള്ളത് സിങ്ക്. ഈ ഓരോ ന്യൂട്രിയന്റിനും പ്രാധാന്യമുണ്ട്. ഇതാണ് മണ്ണിന്റെ കെമിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംപിളി പറയാൻ പറ്റുന്നത്. പിന്നെ മണ്ണിന്റെ പുളിപ്പ്, അസിഡിറ്റി, ഇതൊക്കെ ഇപ്പൊ ഇവിടെ കൃഷിക്കാരുണ്ട്, അവർക്ക് അറിയണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അറിയേണ്ടുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രവർത്തകര്. കാരണം അസിഡിറ്റി എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ള മണ്ണാണ് നമ്മൾക്കുള്ളത്. ഈ അസിഡിറ്റി നമ്മൾ കർഷകരുടെ അടുത്ത് ഇടപെടുമ്പോ ഈ പുളിപ്പ് മാറ്റാതെ എന്ത് വളർട്ട് കൊടുത്തിട്ടും ചെടിക്ക് കാര്യമില്ല. നമ്മള് പറയാ, സിമ്പിളായിട്ട് പറയാ, നമുക്ക് വായക്കൊണ്ടുള്ള സമയത്ത് നമ്മുടെ മുന്നില് 1:15 ബിരിയാണി എന്ന് പറയണോ അതോ ചോറെന്ന് പറയണോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ബിരിയാണി കൊണ്ടുവന്ന് വെച്ചാൽ എന്തായിരിക്കും? ബുദ്ധിമുട്ടാണ് കഴിക്കാൻ.
അല്ലെ? ഈ വായപ്പുണ്ണ് മാറ്റാതെ ബിരിയാണി കഴിക്കാൻ പറ്റില്ല. അതേപോലത്തെ സിറ്റുവേഷനിലാണ് അസിഡിറ്റി ഉള്ള മണ്ണില് ചെടികൾ നിൽക്കുന്നുണ്ടാവുക. ആദ്യം നമ്മൾ വായപ്പുണ്ണ് മാറ്റണം, അല്ലെങ്കിൽ അസിഡിറ്റി കറക്റ്റ് ചെയ്യണം. 1:30 ഫുഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ട. അപ്പൊ ഈ അസിഡിറ്റി മാറ്റുക എന്നുള്ളത് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ചുരുക്കി മണ്ണിന്റെ പ്രശ്നങ്ങൾ പറയുകയാണ്. ഒന്ന് അസിഡിറ്റി, പിന്നെ ഈ 5 പോഷകത്തിന്റെ കുറവ്. ഇതാണ് കെമിക്കലി മണ്ണിനുള്ള ഏറ്റവും ചുരുക്കിയ പ്രശ്നങ്ങൾ. ഇത് നമ്മൾക്ക് പലപ്പോഴും ഡെഫിഷ്യൻസി സിംറ്റം ആയിട്ട് ഇതൊക്കെ നമ്മുടെ കൃഷിക്കാർ കാണുന്ന പ്രശ്നങ്ങളാണ്. നൈട്രജന്റെ കുറവ്, ഫോസ്ഫറസിന്റെ കുറവ്, പൊട്ടാഷിന്റെ കുറവ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇതെല്ലാം രോഗമായും കീടമായും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കരിച്ചിൽ കണ്ടാൽ ഉടനെ തന്നെ കൃഷിഭവനിൽ കോണ്ടാക്ട് ചെയ്യാതെ വിളിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ഷോപ്പുകളിൽ വിളിച്ച് ഏത് മരുന്ന് അടിക്കണം എന്ന് ചോദിച്ച് ആ മരുന്ന് വാങ്ങി അടിക്കുന്ന, കൃഷിഭവനിൽ ചോദിച്ച കാര്യമാണ്. അവിടെ വിളിച്ചാൽ കിട്ടാൻ ചിലപ്പോൾ കിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ചോദിച്ച് വന്ന അതേ മരുന്ന് ചിലപ്പോൾ ഇവിടെ കടയിൽ ഉണ്ടാവില്ല. അപ്പൊ നേരെ കടയിൽ വിളിച്ചു കഴിഞ്ഞാൽ സാധനം എടുക്കുക, അതടിക്കുക. കട കുഴപ്പമില്ല, നടക്കണം, അവർക്ക് ബിസിനസ് വേണം, സംശയമൊന്നുമില്ല. പക്ഷെ എപ്പോഴും അവര് കൂടുതലായിട്ട് നമുക്ക് തരുന്നത് അവർക്ക് കൂടുതൽ മാർജിനുള്ള മരുന്നുകൾ തന്നെയായിരിക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ പറയുന്നതൊന്നും കരിച്ചിലിനുള്ള മരുന്നുകൾ അടിച്ചാൽ മാറില്ല. ഇതെല്ലാം പോഷക കുറവുകളാണ്. പണ്ടൊക്കെ കീടവും രോഗമായിരുന്നു കൃഷിയിലെ പ്രശ്നമെങ്കിൽ ഇന്ന് പോഷകത്തിന്റെ കുറവും ഒരു പ്രശ്നമാണ്. പണ്ടൊക്കെ ഈ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഇപ്പോഴും വരും കൃഷിക്കാര്. വരുമ്പോ ഇപ്പോഴും അപ്പോഴും അവരുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടാവും. ലഡുവും ജിലേബിയും ഒന്നും ആവില്ല, എന്തെങ്കിലും നെല്ലിന്റെ കേട് അല്ലെങ്കിൽ പച്ചക്കറിയുടെ കേടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർ വന്നിരുന്നത് കീടം നിയന്ത്രിക്കുന്ന മരുന്ന് കൊടുക്കുന്ന കാർത്തികൻ സാറും രാജ ടീച്ചറുടെ അടുത്തൊക്കെയാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി ഇതുകൊണ്ട് മുഴുവൻ ശരിയാവില്ല. മണ്ണ് ശ്രദ്ധിച്ചാൽ മാത്രമേ ചെടി മുന്നോട്ട് പോകൂ. അതുകൊണ്ട് സാറ് പറഞ്ഞ പോലെ മൂസാറിന്റെ അടുത്തേക്കും ഇടയ്ക്ക് എന്റെ അടുത്തേക്കൊക്കെ വരാറുണ്ട്. കൃഷി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അറിയാം, അല്ലെ? ഇവിടെ അടുത്തുള്ള സേവന, മൗലാന, പിന്നെന്താ അവിടെ അൽഷിഫ, ഈ ഹോസ്പിറ്റലുകളിൽ ഏതൊക്കെ ഡോക്ടേഴ്സാ ഉള്ളത്? എന്തൊക്കെ? ഉച്ച സമയം ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ, എനിക്ക് വിശക്കും, ഉറക്കം വരും. എന്തൊക്കെ ഡോക്ടർമാരാ മൗലാനയിലുള്ളത്? ഗാസ്ട്രോ, ഹാർട്ട്, നെർവ്, ENT, സർജൻ, പീഡിയാട്രീഷ്യൻ, ഓങ്കോളജി, ഓർത്തോ, ഗൈനക്കോളജി. എനിക്ക് വേണ്ട ആളെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടേഴ്സ് എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ഉണ്ട്. നമ്മൾ ആരും പോവില്ല, ഞാനും പോയിട്ടില്ല. എന്റെ അച്ഛൻ കിടപ്പായിരുന്നു, അൽഷിമാസ് വന്നിട്ട് ട്യൂബിലൂടെ ഫുഡ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോ പോയി ചോദിച്ചു, എന്താണ് ഇതിലൂടെ, എങ്ങനെയാണ് ബാലൻസ്ഡ് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അതേ സിറ്റുവേഷനാണ് കൃഷിയിലും. കൃഷിയില് ശരിക്കും പറഞ്ഞാൽ പല അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, തെങ്ങിലൊരു രോഗമുണ്ട്, സ്റ്റെം ബ്ലീഡിങ്, ചെന്നീരൊലിപ്പ് എന്ന് പറഞ്ഞ അസുഖം. ഡിജിറ്റല്ലേ എന്താ പേര്? ഡിജിറ്റ്. എങ്ങനെ ചെന്നീരൊലിപ്പ് രോഗം വരുന്നത്? തിയലാവിയോക്സിസ് പാരഡോക്സ എന്ന, അതിന്റെ പേര് മാറിയിട്ടുണ്ട് ഇപ്പോ. കുമിള് തെങ്ങിനെ ഇൻഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തിന്ന് അതിന്റെ ആ ചീഞ്ഞ ഭാഗം പുറത്തേക്ക് വരുന്നതാണ് ചെന്നീരൊലിപ്പായി, സ്റ്റെം ബ്ലീഡിംഗ് ആയിട്ട് കാണാം. പക്ഷെ ഞങ്ങള് പറയാ, ഞാനും മൂസാറൊക്കെ പറയാ, ഇതൊരു രോഗമല്ല, തെങ്ങ് കരയാണെന്നാണ്. കരയണ കുട്ടിക്ക് പാലുള്ളൂ. ഇത്തരത്തിലുള്ള രോഗങ്ങള് കൂടുതലായിട്ടും വരുന്നതിന്റെ കാരണം തെങ്ങിന് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ അതേ സിറ്റുവേഷൻ. ന്യൂട്രീഷൻ നമ്മൾ ആദ്യം മുതലേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷൻ പൊടിയല്ല കേട്ടോ, ഇപ്പോ ഹെർബാലൈഫും മറ്റു പല ന്യൂട്രീഷൻ പൊടികളൊക്കെയാണ് ഉള്ളത്. നമ്മുടെ ആരോഗ്യപരമായ ഭക്ഷണമാണ് ആരോഗ്യം, ഔഷധമാണ് ആരോഗ്യം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞത്. ഇപ്പൊ നേരെ തിരിച്ചായിട്ടുണ്ട്, ഔഷധമാണ് ഭക്ഷണം എന്നുള്ള രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. മറ്റേത് ഭക്ഷണമാണ് ഔഷധം എന്നായിരുന്നു, ഇപ്പൊ അത് ഔഷധമാണ് ഭക്ഷണം എന്നുള്ള സിറ്റുവേഷൻ. അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആരോഗ്യമുള്ളതായി കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും വരില്ല എന്നതുപോലെ മണ്ണ് സംരക്ഷിച്ച് മണ്ണറിഞ്ഞ് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ
കൂടുതൽ കാർട്ടാപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള അതിലോട്ട് കുറയ്ക്കാൻ പറ്റും നമുക്ക്. അതായത് കീടരോഗങ്ങൾ കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൂടെ മണ്ണറിഞ്ഞുള്ള കൃഷി പൂർണ്ണ വിജയമാവണമെങ്കിൽ 4 അറിവ് വേണമെന്നാ പറയാ. ഒന്ന് വിത്തറിവ്, മണ്ണറിവ്, വിളയറിവ്, വിളവറിവ്. അതിലേറ്റവും പ്രധാനം മണ്ണറിവ് തന്നെയാണ്. മണ്ണറിഞ്ഞ് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഈ കീടരോഗങ്ങളൊക്കെ കുറയുകയും മരുന്നുകള് നേരത്തെ പറഞ്ഞ കാർട്ടാപ്പൊന്നും അധികം ഉപയോഗിക്കേണ്ടാത്ത സിറ്റുവേഷൻ വരികയും ചെയ്യും. അവിടെയാണ് ഈ മണ്ണ് പരിശോധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത് കർഷകർ മാത്രം അറിയേണ്ട കാര്യമല്ല. ഈ പറഞ്ഞ അസുഖങ്ങള്, ആ മുകളിൽ കാണുന്ന, ആ മുഖത്ത് കാണുന്ന ചൊറിച്ചിലുകള്, സിങ്ക് എന്ന് പറയുന്ന പോഷകം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാവുന്ന, മനുഷ്യനുണ്ടാവുന്ന പ്രശ്നമാണ്. അതുപോലെ കുട്ടികളിലെ വന്ധ്യതാ പ്രശ്നങ്ങള് സിങ്ക് ഇല്ലാത്തത് കൊണ്ട് വരുന്നു എന്നല്ല, സിങ്ക് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ചാൻസ് കൂടുന്നു. എല്ല് തേയ്മാനം, ഓസ്റ്റിയോപൊറോസിസ്, എന്താ നമ്മൾക്ക് കാൽഷ്യത്തിന്റെ കുറവാണ് അല്ലെ. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ കണ്ണ് നോക്കിയിട്ട് പറയും അനീമിയ ഉണ്ട് എന്ന് പറയും. ഇരുമ്പിന്റെ കുറവാണ്. കന്നുകാലികളില് മെഗ്നീഷ്യത്തിന്റെ കുറവ് ഉണ്ടാവുമ്പോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ക്ഷീര കർഷകനുള്ള മികച്ച അവാർഡ് നേടിയ കർഷക സുഹൃത്തൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അത് കന്നുകാലികൾക്ക് കുഴഞ്ഞു വീഴുന്ന അസുഖം, ഗ്രാസ് ടെറ്റനി എന്ന് പറയുന്ന അസുഖം മെഗ്നീഷ്യത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അത് നമ്മളപ്പോ ഒരു മിനറൽ മിക്സ്ചർ, അത് നാടൻ പശുക്കളെ സംരക്ഷിക്കുമ്പോൾ അങ്ങനത്തത് വരുന്നുണ്ടാവില്ല. അത് ആ തീറ്റകളിലൂടെ നമുക്ക് അഡ്രസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഒരു കർഷകന്, അത് ഞാൻ പറയാട്ടോ, മണ്ണ് സംരക്ഷണം ആ ഒരു കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനുഷ്യരിൽ കാണുന്നത്, മണ്ണിൽ എന്താണോ കുറവത് ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. ഇതിനൊക്കെ നമുക്ക് ഉത്തരമുണ്ട്. എന്താണ്? ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗുളികപ്പൊതി കഴിച്ച് ഓരോ ഗുളിക കഴിക്കുക, അല്ലെങ്കിൽ ഓരോ ടോണിക് കഴിക്കുക എന്നുള്ളത്. ഇതെല്ലാം നമ്മളുടെ ഉത്തരമായിട്ട് വേണ്ടത്. ഇതൊക്കെ ടോണിക്കുകളാണ്, സിങ്ക് അടങ്ങിയ ടോണിക്കുകൾ. ഡോക്ടറെ അടുത്തൊക്കെ ചെന്നാൽ ഇതിലെന്താണുള്ളത് നോക്കിയാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ തന്നെയാണ് ഇതില് കലക്കിയിട്ട് ടോണിക്കായിട്ട് തരുന്നത്. എന്നാ വളം കലക്കി കുടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ആരോഗ്യമുള്ള മണ്ണ് ചെയ്ത് കൊടുക്കുക, മണ്ണിനെ ആരോഗ്യമുള്ളതാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത. ഇവിടെ നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു വസ്തുത കൂടിയുണ്ട്. അതായത് മണ്ണിനെ കൊടുക്കാനുള്ളത് മണ്ണിന് കൊടുക്കുക. പദ്ധതികളാണെങ്കിലും പ്രോഗ്രാമുകളാണെങ്കിലും എപ്പോഴും ആരോഗ്യ മേഖല, മറ്റു മേഖലകൾക്കൊക്കെയാണ് പഞ്ചായത്തിലും ഒക്കെ കൂടുതൽ പ്രാധാന്യം വരുന്നത്. കാർഷിക മേഖലയ്ക്ക് കുറവാണ്. എങ്കിലും കൃഷിക്കാര് പ്രശ്നം ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ കർഷകന് കൊടുക്കേണ്ടത് കർഷകന് കൊടുത്താൽ ആ കാശ് കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിൽ കൊടുക്കേണ്ടി വരില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ തീർച്ചയായിട്ടും ബോധ്യപ്പെടുത്തേണ്ട ഒരു വസ്തുതയാണ്. ഇനി ഇത് മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിലോട്ട് പോവുകയാണെങ്കിൽ 4 കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 1 പുളിപ്പ് നിയന്ത്രണം, 2 ജൈവവള പ്രയോഗം, 3 ബാലൻസ്ഡ് ആയിട്ടുള്ള രാസവള പ്രയോഗം, 4 ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ പ്രയോഗം. ഇത് 4ഉം ചെയ്തു കഴിഞ്ഞാൽ തന്നെ കീടരോഗ നിയന്ത്രണം അവിടെ സാധ്യമാവുകയും അമിതമായ കീടനാശിനികളെ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. പിന്നെ അവിടെ പറ്റുന്ന രീതിയിൽ ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളും അവലംബിക്കുക എന്നുള്ളതാണ്. പുളിപ്പ് നിയന്ത്രണത്തിന് കുമ്മായ പ്രയോഗമാണ്. ജൈവവളങ്ങളുടെ പ്രയോഗം നിങ്ങൾക്കറിയാം. പണ്ടൊക്കെ ജൈവവളം എന്ന് പറഞ്ഞാൽ ചാണകം മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കാലൊക്കെ മാറി. ഇപ്പൊ ജൈവവളം എന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടിലില് അമിനോ ആസിഡുകളായും ഹ്യൂമിക് ആസിഡുകളായും നമുക്ക് സീവീഡ് എക്സ്ട്രാക്റ്റുകളായിട്ടും ബയോ സ്റ്റിമുലൻസ് ആയിട്ടും ചെറിയ ബോട്ടിലിൽ വരെ ജൈവവളം കിട്ടുന്ന സിറ്റുവേഷൻ ആണ്. പിന്നെ നമ്മളായിട്ട് കലക്കി ഉണ്ടാക്കുന്നത് വേറെ, മറ്റ് ശർക്കര മിശ്രിതം, എഗ് അമിനോ ആസിഡ്, അങ്ങനെ. ഇത് ഏത് രൂപത്തിൽ ഉപയോഗിച്ചാലും വേണ്ടില്ല, ജൈവവള പ്രയോഗം കൃഷിയിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തണം. ജൈവവളം ഇല്ലാത്ത കർഷകൻ, ഒരു ചൊല്ലുണ്ട്, ഗോരസഹീനം ഭോജനമരസം ഗോരസഹീനം കർഷകനരസം എന്നാണ്. അതായത് പശുവിൽ നിന്ന് കിട്ടുന്ന തൈര്, നെയ്യ്, പാലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം അങ്ങോട്ട് ശരിയാവില്ല. അതേപോലെ ഗോരസമായ ചാണകം ഇല്ലെങ്കിൽ കൃഷി പൂർണ്ണമാവില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതിന് കുറെ അതിന് അനുബന്ധമായിട്ട് വേറെ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് അതിൽ നിന്നുള്ള പോസിറ്റീവ്സ് എടുക്കാം. ജൈവവളം എന്ന് പറയുന്നത് കൃഷിയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെയാണ് ബാലൻസ്ഡ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ എന്നുള്ളത് വരുന്നത്.
ഇവിടെയാണ് ഞാൻ പറഞ്ഞ 5 പോഷകങ്ങളുടെ കുറവുണ്ടെന്നും ആ 5 പോഷകങ്ങൾ നമ്മുടെ വളപ്രയോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം എന്നുള്ള കാര്യമൊക്കെ വരുന്നത്. ഇതില് എനിക്കറിയില്ല ഈ ഗ്രൂപ്പില് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ളത്. ജൈവ കൃഷി എന്നുള്ളത് ഒരു പ്രത്യേക മേഖലയാണ്. തീർച്ചയായിട്ടും ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിന് കൂടുതൽ വില ലഭിച്ച് വില നേടി അതിന് വില അല്ലെങ്കിൽ ലഭ്യമാക്കി കർഷകനെ ലാഭമാക്കി കൊണ്ടുവരിക എന്നുള്ളത് വേറൊരു മേഖലയാണ്. ഞങ്ങൾ ഇവിടെ പട്ടാമ്പിയില് ലോങ് ടേം ഫെർട്ടിലൈസർ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷണം നടത്തി വരുന്നുണ്ട്. ഈ പരീക്ഷണത്തില് 1970കളിലും 97കളിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത പരീക്ഷണങ്ങൾ ഇവിടെ ഉണ്ട്. നെല്ലില് രാസവളം മാത്രം ഇട്ടിട്ടുള്ള കൃഷി, നെല്ലില് ജൈവവളം മാത്രമുള്ള കൃഷി, നെല്ലില് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള കൃഷി. ഇത് 72 മുതൽ ഇത്രയും കാലം 2 വിള എടുക്കുകയും ആ രാസവളം മാത്രം ഇട്ട പ്ലോട്ടുകളിൽ രാസവളം മാത്രം ഇട്ട് വരികയും ജൈവവളം ഇട്ട പ്ലോട്ടുകളിൽ അത് മാത്രം ഇട്ട് വരികയും രണ്ടും കൂടെ ഇട്ട പ്ലോട്ടുകളിൽ രണ്ടും കൂടെ ഇട്ട് വരികയും ചെയ്യാണ്. എത്ര വർഷമായി? 50 വർഷം കഴിഞ്ഞു. ഇവിടുത്തെ ഒരു റിസൾട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആൾക്കാരും പിന്നെ ഞങ്ങളുടെ സോയിൽ സയന്റിസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏതിലായിരിക്കും വിളവ് കൂടുതൽ ഉണ്ടാവുക? രണ്ടും കൂടെ ചെയ്യുന്ന INM എന്ന് പറയും ഞങ്ങൾ, സംയോജിത ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റിലായിരിക്കും വിളവ് കൂടുതൽ. മണ്ണിന്റെ ആരോഗ്യവും നമ്മുടെ അയൽക്കാരെ അപ്പൊ ഏതിലാവും? രണ്ടും കൂടെ ചെയ്യുന്നതില് ആയിരിക്കണം. ഞാനും പ്രതീക്ഷിച്ചത് വെറും ജൈവവളത്തിലായിരിക്കും എന്നാണ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ. കാരണം ഇവിടുത്തെ പ്ലോട്ടുകൾ എന്ന് പറഞ്ഞാൽ 18 ടൺ ചാണകം 1 ഹെക്ടർ സ്ഥലത്ത് ഇടുന്ന അത്രയും കൂടുതൽ അളവിൽ ഇട്ട് വരുന്ന പ്ലോട്ടുകളാണ്. നമ്മൾ പക്ഷെ ചെയ്ത് നോക്കി മണ്ണിലെ സൂക്ഷ്മജീവികളുടെ എണ്ണം, മണ്ണിലെ എൻസൈമുകള്, മണ്ണിലെ കെമിക്കൽ വസ്തുക്കള്, മണ്ണിലെ ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കുറവ് ആരോഗ്യം വെറും രാസവളം ഇടുന്നിടത്തും അതിനേക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യം വെറും ജൈവവളം ഇടുന്നിടത്തും ഏറ്റവും കൂടുതൽ ആരോഗ്യം രണ്ടും കൂടെ കൃഷി ചെയ്ത് നടത്തുന്ന പ്ലോട്ടുകളിലുമാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും രാസവളം ദോഷമാണ്, മണ്ണിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അതിനൊരു ആൻസർ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു റിസർച്ച് നിലനിൽക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ജൈവ കാർബൺ ഉണ്ടാവുക വെറും ജൈവവളം ഇടുന്നിടത്താണ്. പക്ഷെ അതിന്റെ സ്റ്റെബിലിറ്റി, ചൂട് കൂടുമ്പോൾ അത് വിഘടിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകും. ആ സ്റ്റെബിലിറ്റി കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ നിൽക്കുന്നതും രണ്ടും കൂടെ ചെയ്യുന്ന ഇതിലാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് കുമ്മായ പ്രയോഗവും ജൈവവളപ്രയോഗവും ചെയ്ത കൃഷിസ്ഥലങ്ങളിൽ രാസവളപ്രയോഗം ഒരിക്കലും നമ്മൾ തടയിടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ആ പറഞ്ഞ അളവില്, പക്ഷെ ഒരിക്കൽ പോലും അളവ് കൂടാൻ പാടില്ല. അമിതമായാൽ അമൃതം വിഷം. കൃഷിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മറുചൊല്ലുണ്ട്, മിതമായാൽ, ആർക്കെങ്കിലും അറിയോ? മിതമായാൽ വിഷവും അമൃത്. മിതമായാൽ വിഷവും അമൃത്. മണ്ണിനെ സംബന്ധിച്ചിടത്തോളം, മണ്ണിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം കൃഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണെന്നാ ഞാൻ പറയാ. അമിതമായാൽ അമൃതും വിഷം, മിതമായാൽ വിഷവും അമൃത്. രാസവളമാണെങ്കിലും കീടനാശിനികളാണെങ്കിലും മരുന്നുകളാണെങ്കിലും തീർച്ചയായും രാസവസ്തുക്കളാണ്. അത് അമിതമായാൽ ദോഷം തന്നെയാണ്. പക്ഷെ മിതമായ അളവിൽ ഉപയോഗിക്കുമ്പോൾ അത് അമൃതിന്റെ ഗുണം ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ ഒരിക്കലും കൂടരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ണ് പരിശോധന, മണ്ണ് ടെസ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ജൈവവളവും അധികമാവാൻ പാടില്ല. ഒന്നും ആക്ച്വലി നമ്മുടെ ഈ റിസൾട്ട് ഞാൻ പറയാം, ഈ 18 ടൺ ജൈവവളം ഇടുന്ന കണ്ടങ്ങളില് കാർബൺ ഒരു തലത്തിലും ഒരു പെർട്ടിക്കുലർ അളവിൽ കൂടിയിട്ടില്ല. അതിനർത്ഥം ഇട്ട് കൊടുക്കുന്ന വളത്തിന്റെ കുറച്ച് മാത്രമാണ് മണ്ണിലേക്ക് വരുന്നത്. ബാക്കിയൊക്കെ എങ്ങടാ പോണത്? വിഘടിച്ച് അന്തരീക്ഷത്തിലേക്ക്. മീഥേൻ മാത്രമല്ല പ്രശ്നം, കാർബൺ ഡൈ ഓക്സൈഡും പ്രശ്നമാണ്. അമിതമായ ജൈവവള പ്രയോഗം വേറെ പല ദോഷങ്ങളുണ്ട്. ഈ കാലാവസ്ഥയെ പോലും വ്യതിയാനിക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാവാം. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതും കൂടെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. കൃഷിയില് എപ്പോഴും നമ്മളെ കാണുന്ന നടുവിൽ കൂടെ പോകണം എന്നാണ് പറയാ.
മണ്ണ് മനസ്സിലാക്കി, മണ്ണിന്റെ പാരിസ്ഥിതിക സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിപാലന മുറകൾ ചെയ്തിട്ട് വേണം മണ്ണിന് ആരോഗ്യം ഉണ്ടാക്കി വിളവിലോട്ട് വരുത്താൻ. ഇപ്പൊ എപ്പോഴും കർഷകര് ബൈപ്പാസാണ്. എപ്പോഴും കീടരോഗ നിയന്ത്രണത്തിന് എന്ത് മരുന്നടിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കിയാണ്. ഞാൻ പറഞ്ഞത് വലിയ തൃപ്തിയാവാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. ജൈവ കൃഷി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, കുഴപ്പമില്ല. ജൈവ കൃഷിയും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിയോജിപ്പുണ്ട്, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണ്. പക്ഷെ അത് അതിനനുസരിച്ച് കുറച്ചുകൂടെ ശാസ്ത്രീയമായ രീതിയിൽ പോകേണ്ടുന്ന ഒരു മേഖലയാണ് ജൈവ കൃഷിയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഞാൻ പറയുന്നുള്ളൂ. അമിതമായാൽ അമൃതും വിഷം എന്നുള്ള ഒരു മിതമായാൽ വിഷവും അമൃത് എന്നൊരു മെസ്സേജ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം വിശക്കുന്നുണ്ട് എല്ലാവർക്കും. ഞങ്ങള് കൃഷിയിൽ പറയും ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞ ന്യൂട്രിയൻസ് ഒക്കെ മണ്ണിൽ കുറവുണ്ടെങ്കിലും ചെടി ലക്ഷണം കാണിക്കില്ല. ചെടിയിൽ എന്തെങ്കിലും കരിച്ചിലായിട്ട് കാണുമ്പോഴാണ് നമ്മൾ പൊട്ടാഷ്യം സ്പ്രേ ചെയ്യുക, ഇട്ട് കൊടുക്കുകയും ചെയ്യുക. പക്ഷെ പൊട്ടാഷ്യം മണ്ണിൽ കുറവുണ്ടെങ്കിലും ചെടിയില് ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്, ചെടിയില് അതിന്റെ ലക്ഷണങ്ങൾ കാണില്ല. ഇപ്പൊ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, മുഖത്ത് കാണുന്നില്ലെങ്കിലും ഞാനത് മനസ്സിലാക്കണം എന്നത് കൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.